ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലായ വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വിശ്വസ്ത ഉപദേഷ്ടാവ് പ്രതീഷ് വിശ്വനാഥ് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ബലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പം നിൽക്കാൻ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മാത്രം ആയിരിക്കുകയാണ്. ഓടിപ്പിടിച്ച് ഛത്തീസ്ഗഡിൽ എത്തിയ അനൂപ് ആന്റണിയെ ഇളിഭ്യനാക്കുന്ന നിലപാടിലാണ് ഛത്തീസ്ഗഡ് പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കില്ല എന്നുള്ള അനൂപ് ആന്റണിയുടെ തള്ള് ചീറ്റിപ്പോവുകയായിരുന്നു. ബജ്രംഗ ദള്ളുകാരുടെ പ്രതിഷേധ പ്രകടനം കൂടിയായതോടെ അനൂപ് ആന്റണിയുടെ നിക്കർ കീറിയ മട്ടായി. കന്യാസ്ത്രീകൾ മതമാറ്റമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ല എന്ന രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും കളം പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി മുങ്ങി നടക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ ജോർജ് കുര്യന്റെ കിളി പോവുകയായിരുന്നു. ഇതിനിടെ ഷോൺ ജോർജ് പറഞ്ഞത് കന്യാസ്ത്രീകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കും എന്നാണ്. സഹൃദനായ ഒരു സുഹൃത്ത് അതിന് പറഞ്ഞ മറുപടിയായി തെറ്റ് ചെയ്യാത്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇവന്റെ അച്ഛന്റെ ഔദാര്യം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിയമപരമായ കാര്യങ്ങൾ കോടതി നൽകിക്കൊള്ളും. തെറ്റായി ചാർത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ പിൻവലിച്ച് അവരെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ ഇറക്കി വിടുമെന്ന വലിയ വായിലെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതിനിടയിലാണ് അനൂപ് ആന്റണി എന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൊത്തം ഇടപാടുമായി ഛത്തീസ്ഗഡിൽ എത്തിയത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് എത്തിയതാണ് ഇതൊക്കെ. അയാൾ അവിടെ ചെന്ന് ഇറങ്ങിയതോടെ മൊത്തം ഇളകി മറിച്ചുകൊണ്ട് പോരും എന്നാണ് ധാരണ ജനത്തിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് സംഘത്തിനും ഇടതുപക്ഷ സംഘത്തിനും ഇനി അങ്ങോട്ട് പോണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പ്രവർത്തികൾ കണ്ടപ്പോൾ തോന്നിയത്. അതിനിടയിൽ ഇയാളുടെ പാർട്ടിയിലെ ചില സുഹൃത്തുക്കൾ അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗവേഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള യുവ തുർക്കികളിൽ ഒരാളാണ് ഈ പറഞ്ഞ ആശാൻ. ബി.ജെ.പി. എന്ന ലേബലിൽ നിന്നാൽ ഒറ്റയടിക്ക് അങ്ങ് ജയിച്ച് കയറിപ്പോരാൻ ഒന്നും സാധിക്കത്തില്ല. അവർ കണ്ടുപിടിച്ച ഒരു ഉപായം അനൂപ് ആന്റണിയെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നതുവരെ ഛത്തീസ്ഗഡിൽ തന്നെ സ്ഥിര താമസമാക്കാൻ ഇടപാട് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിൽ സ്ഥിര താമസമാക്കിയ അനൂപ് ആന്റണിയെ ജയിപ്പിക്കണമെന്ന് ഇവിടെ പ്രചരണവും നൽകും. ക്രിസ്ത്യൻ മേഖലകളിൽ അത് വലിയ ഗുണം ചെയ്യും എന്നാണ് അസൂയക്കാരുടെ ഒരു കണ്ടെത്തൽ തന്നെ. ഏതായാലും കെ സുരേന്ദ്രൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ 20% വോട്ട് ഷെയർ കുത്തനെ താഴോട്ടിടിയും. അതോടുകൂടി നാടോടിക്കാറ്റ് സിനിമയിൽ തിലകം പറഞ്ഞതുപോലെ ആകും കാര്യങ്ങളൊക്കെ. മലപ്പുറം കത്തി അമ്പും വില്ലും ദേണ്ട കിടക്കുന്ന ഓലക്കേട മൂട്.